ചാരെ പാർട്ട് 9. വൈഷ്ണവി രാവിലെ തന്നെ ഫുഡുണ്ടാക്കി വന്നുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ഒന്ന് പാളി നോക്കി. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഡകഡകായിരിക്കുമോ? ദീപ്തി ഇന്നലെ ഈ മുറിയിലായതുകൊണ്ട് ഞാൻ ഓടിക്കേറി പോയാൽ ചിലപ്പോ ഇന്നലെ ഞാൻ ദേഷ്യപ്പെട്ടു പോയതിന് എല്ലാം ഇപ്പോൾ കണ്ടാൽ തീർക്കും. റൂമിലേക്ക് പാളി നോക്കിക്കൊണ്ട് ആലോചിച്ചു. എന്നിട്ട് പതിയെ വാതിലൊന്ന് തട്ടി ശബ്ദമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് റൂമിലേക്ക് കയറി വരുമ്പോൾ ആരവ് ലാപ്ടോപ്പിൽ എന്തോ വർക്കില. ദീപ്തി അവിടെ ഇല്ലായിരുന്നു. അവൻ ലാപ്ടോപ്പിൽ ആണെന്ന് മനസ്സിലായതും അവളൊന്ന് ചുമച്ചുകൊണ്ട് ഫുഡ് മേശമേൽ വെച്ചു. അവനാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൾ പതിയെ ഫുഡെടുത്ത് കഴിക്കാനായി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. അവൻ അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നു പോലും ചെയ്യാതെ ലാപ്ടോപ്പിൽ നോക്കിയിരിപ്പാണ്. ഞാൻ ഫുഡ് തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ട് ഇന്ന് എന്തേ വേണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ കഴിക്കുമ്പോൾ കൈയിട്ട് പോകാറുണ്ടല്ലോ. വൈഷ്ണവി ഓരോന്നാലോചിച്ചു. അതും വിചാരിച്ച് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോകാൻ നിൽക്കുന്നു. അത് കണ്ടതും ഫുഡ് വൈഷ്ണവി. അത് കേട്ടതും അവളെ ഒന്ന് കൗരവത്തിൽ നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഹോ, പിന്നെ ഞാനൊന്ന് ദേഷ്യപ്പെട്ടതിന് മുഖം വീർപ്പിച്ച് നടക്കുക. പിന്നെ എനിക്കെന്ത് പ്രശ്നം? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടന്നോ? ഞാനത് തിരുത്താനൊന്നും വരില്ല. അവൻ പോകുന്നത് നോക്കി അവൾ പിറുപിറുത്തു. എന്നാലും ഞാൻ അവനെയും വിചാരിച്ച് ഫുഡുണ്ടാക്കിയിട്ട് എനിക്കാണെങ്കിൽ ഞാൻ ഫുഡുണ്ടാക്കിയാൽ ആരെങ്കിലും അതിനെക്കുറിച്ച് നല്ലത് പറയണം. എന്നാലേ ഒരു സമാധാനം കിട്ടും. ഷോ, ദീപ്തിക്കുള്ളത് അവളുടെ റൂമിൽ കൊണ്ടുവച്ചതാണല്ലോ വന്നത്. ബാക്കിയുള്ള ഇതിനി താഴെ കൊണ്ടുവെക്കാം. ചേച്ചിമാരാരെങ്കിലും കഴിച്ചോളൂ. വൈഷ്ണവി ഓരോന്നാലോചിച്ചുകൊണ്ട് ഫുഡ് കഴിച്ചു. വൈഷ്ണവി ആ ഫുഡും എടുത്ത് അടുക്കള ലക്ഷ്യം വെച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രണവ് അവളുടെ മുമ്പിലേക്ക് വരുന്നത്. അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. നീ എന്താ ഇവിടുത്തെ സെർവൻ്റ് ജോലിയെല്ലാം ചെയ്യുന്നേ? ഞാൻ നിന്നെ ഇവിടുത്തെ റാണിയാക്കാം. പ്രണവ്, നിന്റെ റാണി ആകുന്നതിലും നല്ലത് ഞാൻ തെരുവിൽ നിന്ന് തെണ്ടുന്നതാ. വൈഷ്ണവി അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും, നീ അങ്ങനെ അങ്ങ് പോകാതെ അന്ന് നടന്നത് നിനക്കറിയാമോ? അമ്മ നിർബന്ധിച്ചിട്ടാ. വൈശാലിയെ വിവാഹം ചെയ്തതും അമ്മ ഭീഷണിപ്പെടുത്തിയിട്ട് മാത്രമാ. നിനക്ക് വേണ്ടി ഇത്രയും കാലം ഞാൻ കാത്തിരിക്കുമായിരുന്നു. നിന്നെ കാണാൻ വേണ്ടിയാവും ഇങ്ങനൊരു വിവാഹം നടന്നത് പോലും. നീ എന്തിനാ അവൻ്റെ രണ്ടാം ഭാര്യയായി നിൽക്കുന്നത്? വാ, നിന്നെ ഞാൻ കൊണ്ടുപോകാം. പ്രണവ്, നീ ഇത്രയും തരം താഴ്ന്നു പോയോ? ഞാനിതിന് ഉത്തരം നിനക്ക് നൽകിയതല്ലേ. എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല. വൈഷ്ണവി ദേഷ്യത്തിൽ അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയതും, നിന്നെ കൊണ്ടേ വൈഷ്ണവി ഞാൻ പോകൂ. പ്രണവ് ആത്മാ. അവൻ്റെ വിചാരം എന്താ? അവൻ പറയുമ്പോ അവൻ്റെ കൂടെ ചാടിപ്പോകാൻ നിൽക്കുവാണ് ഞാൻ എന്നോ? അവനെന്നെ ശരിക്കും അറിയില്ല. എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ. അതും പറഞ്ഞുകൊണ്ട് കയ്യിൽ കിട്ടിയ തലയണയെ ചവിട്ടിയും എറിഞ്ഞും പിച്ചിയും പിറുപിറുത്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഏട്ടത്തി. ആ വിളി കേട്ടതും വൈഷ്ണവി തിരിഞ്ഞു നോക്കുമ്പോൾ വൈശാലി പുരികമെല്ലാം ചുളിച്ച് വട്ടാണോ എന്ന രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. അവളെ കണ്ടതും, അത് പിന്നെ ഞാനിവിടെ തനിച്ചായതുകൊണ്ട് വെറുതെ ഓരോന്ന്.
വൈഷ്ണവി അത് കേട്ടതും വൈശാലി ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. ആ, ഏട്ടത്തി ആളൊരു കില്ലാടിയാണെന്ന് ഞാൻ വന്നപ്പോൾ തന്നെ അറിഞ്ഞതാ വൈശാലി. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി. അപ്പോഴാണ് അവളുടെ പുറകിലായി പ്രണവ് വരുന്നത്. അവനെ കണ്ടതും വൈഷ്ണവിയുടെ മുഖം മാറി. ഇതാ ഏട്ടന് ഏട്ടത്തിമാരെയെല്ലാം ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു എന്നെ മുമ്പിൽ തള്ളി വിട്ടതാ വൈശാലി. അത് കേട്ടതും പ്രണവിനെ തീഷ്ത്തിൽ നോക്കി വൈശാലിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, ഹായ്, ഞാൻ പ്രണവ്. അവൾക്ക് നേരെ പ്രണവ് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് തുറപ്പിച്ച് നോക്കിക്കൊണ്ട് അവന് കൈ കൊടുത്തു. ആ കൈ അവൾ നന്നായി അമർത്തി പിടിച്ചു. ആ കൈയിൻ്റെ മുറുക്കത്തിൽ അവന് വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വൈഷ്ണവി. അതും പറഞ്ഞ് അവൾ കൈ വിട്ടതും അവൻ പെട്ടെന്ന് അവൻ്റെ കൈ ഒന്ന് കുടഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ കൈ ചുവന്നിട്ടുണ്ട്. അത് കണ്ട് അവൻ വൈഷ്ണവിയെ നോക്കുമ്പോൾ അവനെ ഒന്ന് നോക്കി അവളുടെ കയ്യിലുള്ള മോതിരം ഒന്ന് തിരിച്ച് നേരെയാക്കി വെച്ചു. നിന്റെ വീട് എവിടെയാ വൈഷ്ണവി? വൈശാലി. അത് കേട്ടതും അവൾ എന്ത് പറയുമെന്നതുപോലെ അവളെ നോക്കി. പ്രണവ് ഒരു ഇളഞ്ചിരിയോടെ അപ്പോഴും അവളെ നോക്കുന്നുണ്ട്. എൻ്റെ വീട് ബാംഗ്ലൂരിൽ തന്നെ വൈഷ്ണവി. അതെങ്ങനെ ശരിയാവും? നീയൊരു മലയാളിയല്ലേ? വൈശാലി. ആ, മലപ്പുറത്തായിരുന്നു വീട്. പക്ഷേ ഒരു ദിവസം ഒരു നിമിഷത്തെ പൊട്ട ബുദ്ധിയിൽ എനിക്കെല്ലാവരെയും നഷ്ടമായി. അതിനുശേഷം ഇവിടെ തന്നെയാണ്. വൈഷ്ണവി. ഓ സോറി, എനിക്കതൊന്നും അറിയില്ലല്ലോ. വൈശാലി. അത് കേട്ട് പ്രണവിൽ നിന്നും പുഞ്ചിരി മായിഞ്ഞിരുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? വൈഷ്ണവി. ലവ് മാരേജ് ആയിരുന്നു. 2 വർഷം പ്രണയിച്ച് നടന്നു. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 5 മാസമാകുന്നു. വൈശാലി. അവൾ വളരെയധികം പുഞ്ചിരിയോടെ പറഞ്ഞതും അത് കേട്ട് വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് പ്രണവിനെ നോക്കിയതും അവൻ അവളെ നോക്കാതെ മുഖം തിരിച്ചു നിൽപ്പാണ്. ആണോ? ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പ്രണവ് ചേട്ടനെ ഞാൻ എൻ്റെ കോഫി ഷോപ്പിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ വരുന്നതായി കണ്ടിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാറുണ്ടായിരുന്നു. ഇനി പ്രണവ് ചേട്ടനെ പോലെ തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വൈഷ്ണവി പ്രണവിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ഞെട്ടിക്കൊണ്ട് വൈശാലിയെ നോക്കി. വൈശാലി പെട്ടെന്ന് തിരിഞ്ഞ് അവനെ ഒന്ന് സങ്കടത്തോടെ നോക്കി. ഏയ് വൈഷ്ണവിയെ, ആളൊരു തമാശക്കാരിയാണെന്ന് തോന്നുന്നു. പ്രണവ്. വൈശാലിയുടെ മുഖഭാവം കണ്ടതും അവൻ പെട്ടെന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാ. ചേട്ടനെ പോലെ തന്നെയാ കാണാനൊക്കെ. വൈഷ്ണവി. അത് ചിലപ്പോൾ നിനക്ക് തോന്നിയതാവും. പ്രണവ് ചേട്ടൻ ആളൊരു പാവമാ. അങ്ങനെ പെൺകുട്ടികളോടധികം അടുപ്പമൊന്നും വെക്കാറില്ല. പ്രണവ് ചേട്ടനെ പണ്ടൊരിക്കൽ ഒരു പെൺകുട്ടി കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പ്രണവ് ചേട്ടനെ അവൾ അവളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു. അവൾക്ക് വേറെ ആളെ കിട്ടിയപ്പോൾ കടന്നു കളഞ്ഞ്. വൈശാലി. അത് കേട്ടതും വൈഷ്ണവി ഒന്ന് ഞെട്ടി ദേഷ്യത്തിൽ പ്രണവിനെ നോക്കി. നീ എന്തിനാ വൈശാലി അതൊക്കെ ഇവിടെ പറയുന്നേ? പ്രണവ് വൈഷ്ണവിയെ നോക്കി എന്ത് പറയുമെന്നില്ലാതെ അസ്വസ്ഥതയോടെ പറഞ്ഞു. അതിനെന്താ, വൈഷ്ണവിയോടല്ലേ? എന്നിട്ടുണ്ടല്ലോ അവൾ തേച്ചിട്ട് പോയ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഞാനും ഇവനും തമ്മിൽ കാണുന്നത്. ഒരു കോഫി ഷോപ്പിൽ ഒരേ സീറ്റിൽ അറിയാതെ ഇരിക്കാൻ നിന്ന് കണ്ടതാ. അവൻ അന്ന് സോറി പറഞ്ഞ് എൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നു. എന്നിട്ട് അവനൊന്ന് കമ്പനി നൽകുമോ, ജീവിതം തന്നെ തകർന്നു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കൂടെ നിന്നു. അന്ന് ആ പെണ്ണ് തേച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ
കൂടിയതാ ഞങ്ങൾ. അതിപ്പോ കല്യാണത്തിൽ അവസാനിച്ചു. അങ്ങനെ ഞാനും പ്രണവും ഒന്നിച്ചു. അവനോട് ചേർന്ന് നിന്നുകൊണ്ട് വൈശാലി പറഞ്ഞതും അവൻ കഷ്ടപ്പെട്ടൊന്ന് പുഞ്ചിരിച്ചു. വൈഷ്ണവി കൈയും കെട്ടി അവനെ ഒന്ന് തെറിപ്പിച്ച് നോക്കി. ശേഷം വൈശാലിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. നിങ്ങൾ തമ്മിൽ തന്നെയാണ് ഒരുമിക്കേണ്ടത്. കഴിഞ്ഞു പോയതൊന്നും ആലോചിച്ച് ഇനി അവളുടെ പുറകെ ഒന്നും പോകാൻ നിൽക്കരുത്. ഇത്രയും നല്ല പെണ്ണ് കൂടെ ഉണ്ടല്ലോ. വൈഷ്ണവി വൈശാലിയോട് ചിരിയോട് പറഞ്ഞതും പ്രണവ്, പ്രണവിന് ഞാനെന്ന ലോകമേ ഉള്ളൂ. ഇവനൊരു പാവമാ. അവളുടെ അടുത്തേക്ക് ഇനി പോകുകയേയില്ല. വൈശാലി, എന്നാ നല്ലത്. വൈഷ്ണവി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു. ഇനി ദീപ്തിയുടെ അടുത്തേക്ക് പോയി നോക്കട്ടെ കേട്ടോ. വൈശാലി അതും പറഞ്ഞുകൊണ്ട് വൈശാലി അവനെ പിടിച്ച് വലിച്ചു കൊണ്ട് നടന്നതും അവൻ ഒന്ന് കഷ്ടപ്പെട്ട് വൈഷ്ണവിയെ നോക്കി. അവർ അവിടെ നിന്നും പോകുന്നതുവരെ ആ ചിരിയോടെ നിന്നു. അവർ പോയതും ദേഷ്യത്തിൽ ചുറ്റും നോക്കി. കിടക്കയിലിരിക്കുന്ന തലയണയെ കണ്ടതും ദേഷ്യത്തിൽ ചാടിക്കേറി തലയണയുടെ മുകളിലിരുന്നു. എന്നിട്ട് തലയണയുടെ മുൻഭാഗം എടുത്ത് ദേഷ്യത്തിൽ പിടിച്ച് അടിക്കാൻ തുടങ്ങി. പട്ടി തിണ്ടി നായി ചെറ്റേ, മോനെ, നിനക്കെന്നെ തേക്കണം. എന്നിട്ട് ജീവിതം കുട്ടിച്ചോറാക്കി പോകുകയും വേണം. എന്നിട്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി പോകുകയും വേണം. എന്നിട്ട് അവസാനം നിനക്ക് വേറൊന്നിനെ കെട്ടാനും എൻ്റെ പേര് വേണം അല്ലേ? എന്നിട്ട് അവസാനം തേച്ചവൾ ഉപയോഗിച്ചവൾ എല്ലാം ഞാനല്ലേ? ദേഷ്യം കൊണ്ട് അവൾ വിറക്കുമായിരുന്നു. അപ്പോൾ നായിൻ്റെ മോനെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു വേറെ ഒന്നിനെ കെട്ടാം. നിന്നെപ്പോലത്തെ ഒരു നായിൻ്റെ മോനെയാണല്ലോ ഞാൻ കുറേ കാലം പ്രണയിച്ച് നടന്നതും വീട്ടുകാരെ ഇട്ട് ഓടി വന്നതും. എന്നിട്ട് അവസാനം ഞാൻ തനിച്ച് നീ വേറൊന്നിനെ കെട്ടി ജീവിക്കുന്നു. നിന്നെ കൊല്ലും. ദേഷ്യത്തിൽ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ തലയണ പിടിച്ചടിക്കുമ്പോഴാണ് അടുത്തൊരു എന്തോ നീൽ രൂപം കാണുന്നത്. ഹാരവ് അവളെയും തലയണയെയും മാറി മാറി നോക്കി നിൽക്കുന്നു. അത് കണ്ടതും അവൾ ഞെട്ടി ചാടി എണീറ്റ് കിടക്കയിൽ എണീറ്റ് നിന്നു. അത് കണ്ടതും അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത് പിന്നെ ഞാൻ വെറുതെ. അവൾ ഒരു വളിച്ച ചിരിയോടെ അവനെ നോക്കി. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ആരവ് ഗൗരവത്തിൽ കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞതോ അതിനെന്താ, ഞാൻ പറഞ്ഞു അത്ര തന്നെ. വൈഷ്ണവ്, ഓഹോ, എന്നാ എനിക്ക് കേൾക്കണമെന്നില്ലെങ്കിലോ? ഓഹോ, എന്നാ ഞാൻ കേൾപ്പിക്കൂ. വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് കിടക്കയിൽ നിന്നും ആരവിൻ്റെ അടുത്തേക്ക് ചാടിയിറങ്ങി. അതെ, കേൾക്കുന്നുണ്ടോ? വൈഷ്ണവി അവൻ്റെ ചെവിയുടെ അടുത്തേക്ക് കാൽ പൊന്തിച്ച് ഏന്തി വലിഞ്ഞുകൊണ്ട് ശബ്ദത്തിൽ പറഞ്ഞത്, ഒന്ന് പോടി. അവളെ ഒന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞതും അവൾ പുറകിലേക്ക് വീഴാൻ പോയതും അവനെ പിടിച്ചു വലിച്ചതും അവൾ കിടക്കയിലേക്ക് പോയി വീണു. അവളുടെ മേലിലായി അവനും വന്നു വീണിരുന്നു. ആ വീഴുന്ന വീഴ്ചയിൽ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ട് പോയി പതിഞ്ഞു. രണ്ടുപേരും കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു പോയി. അവരറിയാതെ അവർ പരസ്പരം ഉണഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന അവൾ പെട്ടെന്ന് അവന് പുറകിലേക്ക് തള്ളിയപ്പോഴാണ് അവനും ബോധം വന്നത്. അവൻ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. അവൾ ഒരു ഞെട്ടലോടെ ആ കിടക്കയിൽ നിന്നും പതിയെ എണീറ്റു. രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ പോലും ഒരു മടി പോലെ. പെട്ടെന്ന് വൈഷ്ണവി എന്നും ചെയ്യാറുള്ള പോലെ ബാത്റൂമിലേക്ക് ഓടിക്കേറി. അവൾ ആ വാതിലിൽ ചാരിയിരുന്ന് നടന്നതെല്ലാം ആലോചിച്ചപ്പോൾ അവൾക്ക് എന്തോ ഒരു നാണം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. അയ്യേ, എന്താ ഇത്? പെട്ടെന്ന് തല കുടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു.
വൈഷ്ണവി, വേണ്ടാത്ത ഒരു ചിന്തയും വേണ്ട. 1 വർഷം കഴിഞ്ഞ ഡിവോഴ്സ്. ഒരു ഭാര്യ നിൽക്കെ നിന്നെ കെട്ടി തന്നെ എന്തോ ലക്ഷ്യം വെച്ചാ. അതൊന്നും മറന്ന് ഓരോന്നാലോചിച്ച് കൂട്ടണ്ട നീ. വൈഷ്ണവി അവളുടെ തലക്കൊന്ന് തട്ടിക്കൊണ്ട് പിറുപിറുത്തു. എങ്കിലും അവളുടെ ചുണ്ടിൽ ചെറിയ ഒരു പുഞ്ചിരി തട്ടിക്കളിക്കുന്നുണ്ടായിരുന്നു. തുടരും. കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായം പറയാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.